ഹലോ ഗെയ്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷിഹാബ്. ഞാനിപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടിപ്പോൾ 10 മാസം കഴിഞ്ഞു. ഒരു 3 മാസമായിട്ട് ഇപ്പോൾ PRP എടുത്തിട്ടില്ല. 3 മാസമായിട്ട് ഗൾഫിലായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പറയാം. ഇപ്പോൾ ഞാൻ വന്നപ്പോൾ സഫ്വാൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. PRP ചെയ്യാനായിട്ട് 10 മാസത്തെ ഒരു 7ാമത്തെ PRP അല്ലേ, 7ാമത്തെ PRP ചെയ്യാനാണ് ഞാൻ വന്നത്. സഫ്വാൻ്റെ കൂടുതലുണ്ട് കേട്ടോ. സഫ്വാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെയ്യുന്നതാണ്, അതുകൊണ്ട് സീനില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്രാവശ്യം PRPക്ക് വന്നു. എൻ്റെ PRP കഴിഞ്ഞു. സഫ്വാൻ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. നേരെ വൈകിട്ട് സഫ്വാൻ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. പിന്നെ സഫ്വാന്റെ ഗ്രോത്ത് എല്ലാവരും അപ്ഡേറ്റ് ആണ്, എല്ലാവരും കാണാൻ പറ്റും. സഫ്വാന്റെ അത്യാവശ്യം നല്ല മുടി വന്നിട്ടുണ്ട്, നല്ല തിക്കായിട്ട് തന്നെ മുടി വന്നിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട് കണ്ടാലും നൈസാണ്. നീ നല്ലപോലെ കെയർ ചെയ്യുന്നുണ്ടോ മുടിയൊക്കെ? കെയറിംഗ് ഒന്നുമില്ല, പിന്നെ സാധാ പോലെ നടക്കുന്നുണ്ട്. കെയറിംഗ് ആയിട്ടൊന്നും കൊടുക്കുന്നില്ല. കുളിക്കും ഇതാക്കും. പിന്നെ ഇപ്പൊ താരല്ല കേട്ടോ, താരം പോയി. താരണ്ടോ? നല്ല എനിക്ക് ഗൾഫിൽ പോയപ്പോ താരനുണ്ടായിരുന്നു. ഒരു മുടി ഇങ്ങനെ ആകുമ്പോ ഒരു പൊടി ഇങ്ങനെ വീഴും. താരനാണെന്ന് ഇപ്പൊ വേറെ എന്തെങ്കിലും എനിക്ക് അറിയില്ല. നല്ലപോലെ ഇതുണ്ടായിരുന്നു. എനിക്ക് ഗൾഫിൽ പോയ ശേഷം നല്ലപോലെ മുടി പൊട്ടുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ തോർത്തി കഴിയുമ്പോൾ അതിൽ കുറച്ച് അത്യാവശ്യം മുടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ചീപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചീപ്പിലാണെന്നെങ്കിൽ അത്യാവശ്യം നല്ലപോലെ മുടി കണ്ടായിരുന്നു. അപ്പോൾ ഈ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനി വെച്ച മുടി പോകുന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്കിപ്പോൾ ഈ തലയിൽ ഇങ്ങനെ ഈ കൈ കൊണ്ട് ഇവിടെ അമർത്തി കഴിയുമ്പോൾ ജസ്റ്റ് ഒരു കുറ്റി ഇതില്ലേ, ആ റിസൾട്ട് ആവുന്ന നമുക്കൊരു വർഷം വരെ നമുക്ക് അതാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അത്യാവശ്യം എനിക്ക് ഇവിടെ വെക്കുമ്പോൾ തന്നെ മുടി കുത്തണ ഒരു ഫീൽ ഉണ്ട്. അപ്പൊ മുടി പൊട്ടിപ്പോണതാണെന്നൊരു ഡൗട്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താന്നുള്ളത്. അപ്പൊ പക്ഷെ ദുബായിൽ പോയ ശേഷം ഞാൻ നല്ലപോലെ മുടി കെയർ ചെയ്തിട്ടുണ്ട്. മിനറൽ വാട്ടർ വെച്ച് മാത്രമേ തല കഴുകിയിട്ടുണ്ടായിരുന്നുള്ളൂ. തല വാഷിങ് മിനറൽ വാട്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് ആഴ്ചയിൽ 2 ദിവസം. പിന്നെ ബേബി ഷാമ്പു യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെയാണ് മുടി കെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് മാക്സിമം. പിന്നെ വെയിൽ കൊണ്ടുവന്നതിന് തല ജസ്റ്റ് ഒന്ന് മിനറൽ വാട്ടർ വെച്ച് തല ഒന്ന് കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് തോർത്തും. എന്നിട്ട് മാക്സിമം ഡ്രൈ ആക്കും തല. വയർപ്പ് അധികം വെക്കാറില്ല. വയർപ്പ് അധികം വെക്കാറില്ല. അങ്ങനെയൊക്കെയാണ് മാക്സിമം ഞാൻ എൻ്റെ രീതിക്ക് ഞാൻ നടന്നിട്ടുണ്ടായിരുന്നത്, മാക്സിമം കെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പൊ നിനക്ക് എന്റെ റിസൾട്ട് ഉണ്ടെന്ന് തോന്നണേ? റിസൾട്ട് ഉണ്ട്, അടിപൊളിയാണ്. എന്നെ പോലെ തന്നെ തെറ്റായിരുന്നു. മുടി പണ്ടൊക്കെ അടിപൊളിയാണ്. വെച്ചത് അറിയുന്നുണ്ടോ ട്രാൻസ്പ്ലാന്റ്? എനിക്കറിയാം, വേറെ ആൾക്കാർ അറിയാവോ? എനിക്ക് മനസ്സിലാവും, കാരണം നമ്മളിതൊപ്പം വെച്ചാലേ. പിന്നെ ഇവിടെ അടുത്ത് വന്നിട്ട് കാണിച്ചു. ഫ്രണ്ട് ലൈനൊക്കെ ഉണ്ടല്ലേ, ഈ ഫ്രണ്ട് ലൈൻ ഇന്നും പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല കേട്ടോ. ഇവിടെയൊക്കെ എനിക്ക് ബേബി ഹെയർസ് കുറെ വന്നിടൊക്കെ ചെറിയ ബേബി ഹെയർസ് കാണാണ്ട്. അതുകൊണ്ട് അങ്ങനെ മനസ്സിലാവുന്നില്ല. കുഴപ്പമൊന്നുമില്ല. അതൊക്കെയാണ്. നല്ല ഉള്ളു ഡെൻസിറ്റി ഉണ്ട്, പെട്ടെന്ന് ഉള്ളൊന്നും കാണുന്നില്ല. നൈസാണ്. ഇനിയിപ്പോ ഒരു പേടിച്ചിട്ടാണ് ഇപ്പൊ ഒരു PRP ഇപ്പൊ വന്നത് പെട്ടെന്ന് തന്നെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വെച്ച മുടി ഇനി പോണ്ടെന്നുള്ള രീതിക്ക് ഇപ്പൊ ഞാൻ ഇവിടെ വഞ്ചത് പോകൂലെന്ന് പറഞ്ഞു. നിന്റെ എനിക്ക് പക്ഷേ തോർത്തുമ്പോ ഫ്രണ്ടിലൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഞാൻ ചീപ്പ് ഇവിടെ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, ബാക്കിലോട്ട് അധികം യൂസ് ചെയ്യാറില്ല. പക്ഷെ എന്നിട്ട് എനിക്ക് മുടി നല്ലപോലെ ചീപ്പിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ വെതറിന്റെ ഒക്കെ പ്രശ്നം എനിക്ക് അറിയില്ല. പിന്നെ ഞാൻ ഇവിടെ വന്ന ശേഷം HNS-ലാണ് നിൽക്കുന്നത്. ഇപ്പൊ HNS-ലോട്ട് വന്ന ശേഷം ഇപ്പൊ ഒരു പുള്ളി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു പുള്ളി വന്ന് നിലമ്പൂരിന്നാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. പക്ഷെ പുള്ളിക്ക് മുടി വെച്ച മുടിയൊക്കെ പോയിട്ടുണ്ടോന്ന് അറിയുന്നില്ല. പക്ഷെ നമ്മൾ കണ്ടപ്പോ ഒരു 3 മാസം റിസൾട്ട് ആണെന്ന് വിചാരിച്ചത്. ഷെഡിങ് കഴിഞ്ഞ് 3 മാസം റിസൾട്ട് ആണെന്ന് നമ്മൾ വിചാരിച്ചത്. 3 വർഷം അല്ലെ, നമ്മൾ കണ്ടപ്പോ 3 മാസം റിസൾട്ട് ആണെന്ന് വിചാരിച്ചത്. പക്ഷെ പുള്ളി ചെയ്ത് 3 വർഷമായി. അത് നിലമ്പൂരിന്നാണ് ചെയ്തതെന്ന് പറഞ്ഞേ. പക്ഷെ മുടി വെച്ചതൊക്കെ പോയിട്ടുണ്ട് പുള്ളിന്റെ. അപ്പൊ പുള്ളിയെ കാണുകയാണെങ്കിൽ ചോദിച്ചു നോക്കാം, വീഡിയോയിൽ നിർത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നോക്കി നോക്കാം. ഓക്കെ.